നിലമ്പൂരിലെ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ജനങ്ങളുടെ ആദ്യത്തെ പ്രതികരണത്തിലേക്ക് വോയിസ് ഓഫ് ദ പീപ്പിൾ ഫ്രം നിലമ്പൂർ. നിലമ്പൂരിൽ ശക്തമായ മഴയാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ശ്രദ്ധയോടെ നോക്കിയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. LDF-നാണോ UDF-നാണോ ചാൻസ്? ഇവിടെ LDF-നാണ് ചാൻസ്. എന്താ കാര്യം? എന്താ? LDF ആണ് ഇപ്പോൾ നിൽക്കുന്നത് മുന്നോട്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെയാണോ കാരണമാകുക? അപ്പം അങ്ങനെ വെച്ചപ്പോൾ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ LDF കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് നിലമ്പൂരിൻ്റെ ഒരു ആദ്യ സാധ്യതകൾ? UDF ആരും സൗക്കത്തല്ലാതെ ആരാ ജയിക്കുക? അതിനെ വരിക VS ജോയി സ്ഥാനാർത്ഥിയാകുന്നതാണോ അതോ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതാണോ കൂടുതൽ? സൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നതാണ് ഏറ്റവും ഇത്. നമ്മൾ കോൺഗ്രസിൻ്റെ ആളല്ലേ. നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ LDF-ഉം UDF-ഉം മാറി മാറി ഭരിക്കല്ലേ. ഇവിടെ ആരുടെ മുമ്പക്കും കുറേ കാലം ഭരിച്ചിട്ടുണ്ട്, അംസാക്ക ഭരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന LDF-ആണ്. മാറി മറിഞ്ഞൊക്കെ വരും. ഇപ്പം മഴക്കിപ്പം നിലമ്പൂരും ശ്രദ്ധാകേന്ദ്രമാവും. എന്താ തോന്നുന്നത്? കുഴപ്പമില്ല, ഇവിടെ നല്ല വൈറ്റേറിയ മത്സരകാരം. ആര് ജയിക്കാനോ സാധ്യത? ഒന്നും പറയാൻ പറ്റില്ല. ഒരു PV Anwar ഫാക്ടറൊക്കെ ഉണ്ടാവുമോ? അതെന്തായാലും ഇവിടെ തരംഗമുണ്ടാവും. LDF-ആണോ UDF-ആണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമോ? ഒരു ശക്തമായ ഫൈറ്റ് ആയിരിക്കുമോ? അതൊന്നും ഉറക്കാൻ പറ്റില്ലല്ലോ. നിലമ്പൂർ ഭയങ്കര ശ്രദ്ധാകേന്ദ്രം. എന്താ തോന്നുന്നത്? നിലമ്പൂർ എന്താ UDF ഉറപ്പായിട്ട് ഇപ്രാവശ്യം ജയിക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ അതങ്ങനെ തന്നെ, ഇവിടുത്തെ നീക്കങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ആര് സ്ഥാനാർത്ഥിയാകുന്ന ഗുണകരാവുന്നത്? ആര് സ്ഥാനാർത്ഥിയാകുന്ന ഗുണകരാവുന്നത്? അതിപ്പോ ജോയി നിന്നാലും ഷൗക്കത്ത് നിന്നാലും UDF ജയിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എന്താ ഇപ്പൊ തോന്നുന്നത്? LDF-നാണോ UDF-നാണോ? ഒന്നും പ്രഖ്യാപനമൊന്നും ആയിട്ടില്ല, സ്ഥാനാർത്ഥികളൊന്നും വന്നിട്ടില്ല. എന്നാലും പ്രാഥമികമായിട്ട് നോക്കുമ്പോഴേ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആർക്കാ സാധ്യത? പെട്ടെന്ന് ആവേശ ചൂടിലായി. എന്താ തോന്നുന്നത്? നിലമ്പൂർ UDF-ന് നല്ല പ്രതീക്ഷയുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ജയിക്കുന്നത് UDF. ആര് സ്ഥാനാർത്ഥിയാകുന്നതാണ് ഗുണകരം? ആരാ അത് സ്ഥാനാർത്ഥി എന്ന് നമുക്കറിയത്തില്ല. കൂടുതലും ഷൗക്കത്തോ VS ജോയിയോ ആകാനാണ് ചാൻസ്. LDF-നാണോ UDF-നാണോ ചാൻസ്? UDF ഏത് പാർട്ടി തന്നെ നമുക്ക് സന്തോഷമാണ്. ചേട്ടാ, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൻ്റെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയായിരിക്കും? നിലമ്പൂർ സാധ്യത ഇപ്പോൾ സ്ഥാനാർത്ഥി കഴിഞ്ഞില്ലല്ലോ. ഇല്ലില്ല, സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ടില്ല. എന്നാലും പുറത്തുനിന്ന് നോക്കുമ്പോഴേ LDF-നാണോ UDF-നാണോ ചാൻസ്? ഒന്നും പറയാൻ വയ്യ. സ്ഥാനാർത്ഥി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സ്ഥാനാർത്ഥി നമ്മൾ തീരുമാനിക്കുമ്പോഴല്ലേ നമുക്ക് അതിനൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഏതാ സ്ഥാനാർത്ഥി എന്നറിയാം. പാർട്ടി രണ്ട് പാർട്ടിക്കാരാണ്. പക്ഷേ ഒരു നല്ലൊരു പാർട്ടി ആരാ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് അറിഞ്ഞെങ്കിലാണ് നമുക്ക് ജയിക്കണ നമുക്ക് ആരാണെന്ന് പറയാൻ പറ്റുള്ളൂ. ശക്തമായ മഴയിലും അണഞ്ഞു പോകാത്ത പോരാട്ടത്തിനാണ് നിലമ്പൂർ തയ്യാറാകുന്നത്. നിലമ്പൂരിൽ നിന്നും ക്യാമറമാൻ രമേശ് റാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.